ദിവസമായിട്ട് ഒരു അക്ഷരം എഴുതാൻ പറ്റുന്നില്ല. എന്നെ ഒന്ന് സഹായിക്കും ചെയ്യുമ്പോ. 3 ദിവസമായി ഒന്നും എഴുതാൻ സാധിക്കുന്നില്ല അല്ലേ? ഞാനൊരു ഒറ്റമൂലി തരാം. 3 നേരം അത് കത്തിച്ചങ്ങ് വലിച്ചാ മതി. കഞ്ചാവോ? ചീമ്പൂമിനെ പെടുത്താൻ നോക്കുക. കേരളത്തിൽ നടക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? 6 ഗ്രാം കഞ്ചാവ് കൈ വെച്ചതിന് കഴിഞ്ഞ ദിവസം വേടനെ പിടിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. മക്കളെ, നിന്നെ പിടിച്ചാൽ തന്നെ നിന്നെ ന്യായീകരിക്കാൻ 100 പേര് കാണുമ്പോടാ. നിനക്ക് വിശ്വാസം വരില്ലേ? അങ്ങോട്ട് നോക്കൂ. വേടൻ പോയ ഫ്ലാറ്റിൽ നിന്നും 6 ഗ്രാം കഞ്ചാവാണ് 9 പേരിൽ നിന്നും പിടികൂടുന്നത്. ഈ 6 ഗ്രാം കഞ്ചാവ് എന്ന് പറയുന്നത് ഒരു ബീഡി നിറയ്ക്കാൻ പോലും ഉള്ളതില്ല എന്നാണ് ഇത് ഉപയോഗിക്കുന്നവര് പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ ഒരു സംഭവത്തിന് ഇത്രയും ഹൈപ്പ് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് ഇക്കാര്യത്തിൽ എൻ്റെ ടേക്ക് എന്ന് പറയുന്നത്, കഞ്ചാവിനെ ലോകത്തിലെ പല രാജ്യങ്ങളും, അതായത് കുറെ കൂടെ വികസിതമായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അതിന് ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വാഷിങ്ടൺ DC-യിൽ 7 ഗ്രാം വരെ കഞ്ചാവ് ഉപയോഗിക്കാൻ പറ്റും, അത് ലീഗലൈസ് ചെയ്തിരിക്കുകയാണ്. ഉറുഗ്വായിൽ 40 ഗ്രാം വരെ കഞ്ചാവ് കൈവശം വെക്കാം, അത് പ്രശ്നമല്ല. അപ്പോൾ ഇതിനൊരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ലഹരിയായിട്ട് വേണം കഞ്ചാവിനെ നമ്മൾ കാണാൻ. ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ കഞ്ചാവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അത്ര ക്രിമിനൽ ആക്ടിവിറ്റീസോ കേസോ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടില്ല. അപ്പൊ ഞാൻ കഞ്ചാവിനെ ന്യായീകരിക്കല്ല, പക്ഷേ കഞ്ചാവല്ല യഥാർത്ഥത്തിൽ ഉള്ള പ്രശ്നം, അല്ലെങ്കിൽ കഞ്ചാവ് വേട്ടയല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് രാസലഹരിയാണ്. രാസലഹരിക്കെതിരെ നടക്കേണ്ട പോരാട്ടമാണ്. അവിടേക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ വന്നു നിൽക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇപ്പൊ മനസ്സിലെ പാപബോധമൊക്കെ മാറിയില്ലേ? ഇത്രേ ഉള്ളൂ. നീ ഒരു പ്രശസ്ത എഴുത്തുകാരിയല്ലേ? നിന്നെ പിടിച്ചാലും നിന്നെ ഇരുന്ന് ന്യായീകരിക്കാൻ ഒരു 100 പേര് കാണുമ്പോടാ. സോ ഡോണ്ട് വെറി. ജിമ്മു പോട്ടെ. ജിം പാ. ഹലോ, സരിക മാഡം ആണോ? അതെ. കേരള ഗവൺമെന്റ് ലഹരി വിരുദ്ധ ക്യാമ്പുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ഒരു സോംബ ഡാൻസ് സംഘടിപ്പിക്കുന്നുണ്ടേ. അതിനൊരു ആശംസാ വീഡിയോ ഇടാമോ? പിന്നെന്താ, ഓഫ് കോഴ്സ്. ഓക്കെ. നമസ്കാരം. കേരള ഗവൺമെന്റിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഒരു ആശംസാ വീഡിയോ ആണ്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. എടാ മക്കളെ, സിന്തറ്റിക് ഡ്രഗ്സ് നമുക്ക് വേണ്ട. സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ ജനറേഷനെ മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ മൊത്തം തിന്നുകൊണ്ടിരിക്കുക. അത് ചേച്ചി കഞ്ചാവ് അടിച്ചിട്ടല്ലേ ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കും. പക്ഷെ അങ്ങനെ അല്ല മക്കളെ. പ്ലീസ്, സിന്തറ്റിക് ഡ്രഗ്സ് വേണ്ട. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, സാത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏവനാള് കൊള്ളാം. എന്താ പേര്?